കൊല്ലത്തിന് സ്വന്തം ചമയവിളക്ക്, ആണഴക് പെണ്ണഴകായി മാറുമ്പോൾ ഭക്തിക്ക് ലിംഗഭേദമില്ലാത്ത പുണ്യഭൂമി. തേങ്ങയുടച്ച കല്ലിൽ നിന്ന് രക്തം വന്ന ബാലയിടയന്മാർക്ക് ദേവി ദർശനം നൽകിയ പുണ്യഭൂമി. പെൺകുട്ടികളില്ലാത്തതിനാൽ ദേവിയെ വണങ്ങുവാനായി അവിടെയുള്ള ബാലയിടയന്മാർ തന്നെ പെൺവേഷം കെട്ടി. ആ ഓർമ്മയ്ക്കായി മീനമാസത്തിലെ രാത്രികളിൽ ഇന്നും പുരുഷന്മാർ വിളക്കേന്തി ആഭരണങ്ങൾ അണിഞ്ഞ് ദേവിയെ വണങ്ങുവാൻ എത്തുന്നു എന്നതാണ് കൊറ്റൻകുളങ്ങരയിലെ ശാസ്ത്രം. മേൽക്കൂരയില്ലാത്ത ഈ മണ്ണിൽ ഭക്തിക്ക് ലിംഗഭേദമില്ല. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല, സുന്ദരന്മാരായി ഒരുങ്ങിവരുന്ന എല്ലാ അങ്കനമാർക്കും ക്ഷേത്രത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത്. സ്ത്രീ സൗന്ദര്യം തോറ്റുപോകുന്ന അതീവ സുന്ദരന്മാരായ പുരുഷന്മാരുടെ ഒരു ഒത്തുചേരലാണിത്. ഒരു പ്രാദേശിക ഉത്സവമല്ല. കൊല്ലം ചവറയിലുള്ള കൊറ്റൻകുളങ്ങരയിലെ ചമയവിളക്കെടുക്കുന്നതിനായി വരുന്നത് ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള സുന്ദരിമാരായിട്ടുള്ള പുരുഷന്മാരാണ്. വ്രതമെടുത്ത് ദേവിയെ കാണാനെത്തുന്ന ഭക്തജനങ്ങൾ മേക്കപ്പും പട്ടുസാരിയും ആഭരണങ്ങളും അണിഞ്ഞ് ദേവിയുടെ അടുത്തെത്തുന്നു. ദീപാരാധനയ്ക്ക് ശേഷം ദേവി തന്റെ ഭക്തന്മാരെ കാണാൻ വരുന്നു എന്നും അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നു എന്നുമാണ് ശാസ്ത്രവും. അതുതന്നെയാണ് സത്യവും. നിങ്ങൾ ഇതുവരെയും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ മേക്ക് ഓവർ ദേവി നിങ്ങൾക്കായി സമർപ്പിക്കുന്ന ഈ 2 ദിവസങ്ങളാണ് മീനമാസത്തിലെ 2 ദിവസം. കൊല്ലത്തിന്റെ സ്വന്തമാണ് കൊറ്റൻകുളങ്ങരയും ചമയവിളക്കും. പുരുഷ സൗന്ദര്യം സ്ത്രീ സൗന്ദര്യമായി മാറുന്ന ഈ അസുലഭ നിമിഷം ആസ്വദിക്കാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മീ ആകാശ്. കൊറ്റൻകുളങ്ങരയിലെ ചമയവിളക്ക് ആസ്വദിക്കാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നേരത്തെ എണ്ണ കൈ വീണ് അതുകൊണ്ട് കുടിച്ചൊരു ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ക്ഷേത്രത്തിൽ അധിക സമയം ഒരു താരവും കിടക്കും. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ എത്രയും പെട്ടെന്ന് ക്ഷേത്ര ദർശനം നടത്തി പുറത്തേക്ക് പോകേണ്ടതാണ്. ക്ഷേത്ര ദർശനം നടത്തി തിരികെ വരുന്ന ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്